മോനെ നീ എക്സാമൊക്കെ നല്ലോണം എഴുതിക്കണോ? ടെൻഷനൊന്നും അടിക്കരുത് മോനെ. നല്ലോണം നന്നായിട്ട് പഠിച്ചും കണ്ട് നല്ലൊരു മോനായിട്ട് മാറണം കേട്ടോ. ഉമ്മാമ എവിടെയെങ്കിലും ഉണ്ടാവും. എന്തായാലും ഉമ്മാമ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ, അത് കാണുമ്പോൾ ഞങ്ങളൊക്കെ ടെൻഷനാണ്. നീ കണ്ടില്ല, റിലുമോളൊക്കെ പെരും കരച്ചില്ല. എന്നാലും നമ്മളെ ഉമ്മാമ എവിടെ പോയി? മോനെ എവിടെയെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെല്ലാം തപ്പെടുത്ത ഫുഡിൽ കാണണ്ടല്ലേ, എവിടെയും കണ്ടില്ലല്ലോ. എത്ര ദിവസം എൻ്റെ മോൻ ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും കഴിക്കുന്നുമില്ല. പരീക്ഷയൊക്കെ എഴുതുന്നുണ്ടോ? നീ കണ്ടില്ല, എത്ര ദിവസം എങ്ങനെ ഇരിക്കുക. അതാണ് ഞാൻ അവനോട് പറയുന്നത്, നല്ലോണം പഠിക്കണം എന്നൊക്കെ. അപ്പം പുറത്തോട്ടും പോകുന്നില്ല, ഒരു മക്കളോട് സംസാരിക്കുന്നുമില്ല. എങ്ങനെ എന്ത് ചെയ്യൂ? അല്ല അറിയാത്ത ഉമ്മക്ക് ആരെങ്കിലും കൂട്ടുകാരികളോ അങ്ങനെ അടുത്ത ആരെങ്കിലും ഉണ്ടോ? നിനക്കറിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന്? ഉമ്മൻ്റെ കൂട്ടുകാരികളുള്ളവരൊക്കെ നമ്മൾ വിളിച്ചു നോക്കി, നമ്മൾ അറിയുന്നവരൊക്കെ വിളിച്ചു നോക്കി. അല്ല ഉമ്മക്ക് ആരും കമ്പനിയൊന്നും ഇല്ലല്ലോ? നമുക്ക് ഞാൻ അറിയാത്ത വേറെ കമ്പനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉള്ള കമ്പനിയിലുള്ള എല്ലാവരെയും ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കിക്കുന്നു. അല്ല അനിയൻ നിന്നെ ഫോൺ വിളിച്ചോ? ഇല്ല. എത്ര ദിവസം കാക്കയും വിളിക്കലില്ല, മെസ്സേജ് അയക്കലില്ല, മെസ്സേജ് നോക്കുന്നുമില്ല. മാമന്മാരൊക്കെ വിളിച്ച് എല്ലാം അന്വേഷിക്കുന്നു. നമ്മൾ നോക്കായിട്ടാണല്ലോ പറയുന്നത്. എന്ത് ചെയ്യുന്നു? എല്ലാം പ്രശ്നങ്ങളും ആവുക നല്ലപോലെ. എന്താ ചെയ്യാൻ, എനിക്കൊരു പിടുത്തമില്ല. അമ്മനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലേ അവർ പോലും ഇങ്ങോട്ട് വരും. ഫോണടിക്കും, നോക്കട്ടെ. ആരാ അയക്കല്ലോ? ഇതൊരു നമ്പറാണല്ലോ, നീ ഒന്ന് സംസാരിക്ക്. ഹലോ, ആ സാറേ, ആ പറയ്. ആ ഓക്കെ സാറേ. ആ ഓക്കെ ആ ഡോക്യുമെൻ്റുമായിട്ട് വരാം. ഓക്കെ ശരി. അതേ ഫോണ് ആരാ വിളിച്ചത്? വക്കീലാണ് വിളിച്ചത്, കോഴിക്കോട് നിന്ന്. ഉമ്മ കുറേ സ്വത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നോലെ. ആരെ പേരിലാണോ സ്വത്ത് എഴുതേണ്ടത് വെച്ചാൽ ഓലെ പ്രൂഫും കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. പഠിച്ചോനെ, സ്വത്തും വേണ്ട മുതലും വേണ്ട, ഉമ്മായ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു.